നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കേണ്ടി വന്ന സാഹചര്യം വാസ്തവത്തിൽ കേരളത്തിലെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഒഴിവാക്കാൻ കാരണമായത്. വി.ഡി. സതീശന് പകരം കെ.സി. വേണുഗോപാലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ കലാപം തന്നെ അരങ്ങേറുമായിരുന്നു. അത്ര ആവേശത്തോടു കൂടിയാണ് വി.ഡി. ബ്രിഗേഡുകൾ നിരന്നു നിന്നത്. അത്തരമൊരു സാഹചര്യം 102 സീറ്റിൻ്റെ തിളക്കത്തിൽ ജയിച്ച UDFിന് നാണക്കേടായി മാറുമായിരുന്നു. ഇന്നലെ വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചപ്പോൾ അതിര് കവിഞ്ഞ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് വളരെ ജാഗ്രതയോടെയാണ് ഈ നേടിയെടുത്ത ഫലം ഉപയോഗിക്കാൻ വി.ഡി. സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ആകപ്പാടെ അതിര് കവിഞ്ഞ ഒരു ആവേശ പ്രകടനം നടത്തിയത് തൊടുപുഴയിൽ മുസ്ലിം യൂത്ത് ലീഗാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ അസ്വാരസ്യമുണ്ടാക്കി. ലീഗ് പറയുന്നിടത്താണ് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നവർ വിളിച്ചു പറഞ്ഞതോടെ അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു യൂത്ത് ലീഗുകാർ. മാത്രമല്ല NSSൻ്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാരെ പേരെടുത്ത് വിളിച്ച് അധിക്ഷേപിച്ചു. ഇത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നലെ തന്നെ ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടാണ് ലീഗ് പ്രതിരോധം സൃഷ്ടിച്ചത്. ആകപ്പാടെ അവശേഷിച്ചത് രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥതയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാണെന്ന് കരുതി കാത്തിരുന്ന ചെന്നിത്തലയെ രാഹുൽ ഗാന്ധി വിളിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിരാശനായി വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലെ പുറംവാതിലിലൂടെ നേരെ ഗുരുവായൂർക്ക് പോയി രമേശ് ചെന്നിത്തല. മുമ്പിലുണ്ടായിരുന്ന നേതാക്കൾ പോലും അറിഞ്ഞില്ല രമേശ് ചെന്നിത്തല സ്ഥലം വിട്ടത്. മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ ആദ്യത്തെ സമീപനം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗുരുവായൂരിൽ രാത്രി 11 മണിയോടെ ചെന്നിറങ്ങിയ ചെന്നിത്തലയെ കാത്ത് ചാനൽ ക്യാമറകൾ നിന്നെങ്കിലും ചെന്നിത്തല മുഖം കൊടുക്കാതെ ഒരക്ഷരം ഉരിയാടാതെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. വെളുപ്പിന് ഗുരുവായൂരപ്പനെ കണ്ട് നിർമാല്യം തൊഴുത് പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ ചാനൽ ക്യാമറകൾ നിലയുറപ്പിച്ചു. ഗുരുവായൂരപ്പനെ കണ്ട് ശാന്തനായെത്തിയ ചെന്നിത്തല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വി.ഡി. സതീശനെ ആശംസകൾ നേർന്നു. മന്ത്രിസഭയിലേക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിനർത്ഥം ചെന്നിത്തല മന്ത്രിസഭയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം പിൻവലിച്ചിരിക്കുന്നുവെന്നാണ്. ചെന്നിത്തലയുടെ പ്രതിഷേധത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നത് വി.ഡി. സതീശന് മാത്രമല്ല കെ.സി. വേണുഗോപാലിന് കൂടിയായിരുന്നു. വി.ഡി. സതീശന് ചെന്നിത്തലയെ ഉൾക്കൊള്ളാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞുകൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പില്ലാത്ത മുഖ്യമന്ത്രി സ്ഥാനം മുൾവേലിയാണെന്ന് സതീശൻ അറിയാം. പക്ഷെ മുഖ്യമന്ത്രി കസേര പിടിച്ച പിടിയാലെ കൈക്കലാക്കിയ സതീശനെ ആഭ്യന്തരമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് പറയാൻ സാധ്യമല്ല. ആഭ്യന്തരമന്ത്രി പദവി രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചാൽ കൊടുത്തേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ചെന്നിത്തല ഇല്ല എന്ന് കേട്ടപ്പോൾ ആദ്യം ലഡു പൊട്ടിയത് വി.ഡി. സതീശന് മനസ്സിലായിരുന്നു. ചെന്നിത്തല ഒഴിവായാൽ ആ പദവി തനിക്ക് തന്നെ ഉറപ്പിക്കാമെന്ന് വി.ഡി. സതീശൻ കണക്കുകൂട്ടി. പക്ഷേ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ തന്നെ ഗുരുവായൂരിൽ നിന്നും ട്രെയിനിൽ പുറപ്പെട്ടു. ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്തെത്തും. തൻ്റെ വിശ്വസ്തരായ അണികളുമായി തുടർ നടപടികൾ ചർച്ച ചെയ്യും. ആരെയൊക്കെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുകയും തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത് അധികാരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ചെന്നിത്തല മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ നല്ലത് എന്ന് കരുതിയ മറ്റൊരാൾ കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലിനെ തൻ്റെ വിശ്വസ്തനായ A.P. അനിൽകുമാറിനെ ആഭ്യന്തരമന്ത്രിയാക്കി നിയോഗിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. A.P. അനിൽകുമാറിലൂടെ മന്ത്രിസഭയിൽ നിയന്ത്രണം ഉറപ്പാക്കാനായിരുന്നു കെ.സിയുടെ നീക്കം. ചെന്നിത്തല ആ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നാൽ A.P.ക്കും അത് സാധിക്കാതെ പോവും. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച വി.ഡി. സതീശനെ ഇനിയും പല തന്ത്രങ്ങളും മെനയുകയും നാടകീയമായി തന്നെ അവയൊക്കെ നേടിയെടുക്കുകയും ചെയ്യേണ്ടി വരും. ജനരോഷത്തിൻ്റെയും ലീഗിൻ്റെ പിന്തുണയുടെയും വെളിച്ചത്തിലാണ് അവസാന നിമിഷം വി.ഡി. സതീശൻ കസേര ഉറപ്പിച്ചത്. എന്നാൽ മന്ത്രിസഭയിൽ എത്താൻ പോകുന്ന എത്ര പേർ തൻ്റെ വിശ്വസ്തരാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും വി.ഡി. സതീശനില്ല. തൻ്റെ വിശ്വസ്തരായ ചെറുപ്പക്കാരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും അടക്കമുള്ള ചാനലുകളുടെ പിന്തുണയോടെ സതീശൻ നീക്കം നടത്തുന്നുണ്ടെങ്കിലും അത് വിജയിച്ചെന്ന് വരില്ല. മന്ത്രിസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും കെ.സി. വേണുഗോപാൽ നിശ്ചയിക്കുന്നവർക്ക് ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. രമേശ് ചെന്നിത്തലയും വെറുതെ ഇരിക്കില്ല. തൻ്റെ വിശ്വസ്തരെ രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കും. ആഭ്യന്തരമന്ത്രി സ്ഥാനം ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ഗതികെട്ട അവസ്ഥയിലായിരിക്കും വി.ഡി. സതീശൻ. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായ പലരും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ വി.ഡി. സതീശനെ അതിവിശ്വസ്തനായ ഒരാളെ പോലും മന്ത്രിസഭയിൽ കയറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം വി.ഡി. സതീശന് വിശ്വസ്തരൊക്കെ താരതമ്യേന ജൂനിയറാണ്. മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ ഗ്രൂപ്പ് മാത്രമല്ല സീനിയോറിറ്റിയും പ്രാദേശിക പരിഗണനകളും മതജാതി പരിഗണനകളും നോക്കേണ്ടതുണ്ട്.
ഇതിലൊക്കെ വി ഡി സതീശൻ്റെ സ്ഥാനാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകും. കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതിശക്തമായ പവർ ഫോഴ്സുകളായി മന്ത്രിസഭയിൽ പ്രവർത്തിക്കും. മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ ഒരുപക്ഷെ പല മന്ത്രിമാരും കെ സി വേണുഗോപാലിൻ്റെ ഉപദേശം തേടിയെന്ന് വരാം. 2006 മുതൽ 2011 വരെ നന്നായി ഭരിക്കാൻ ശ്രമിച്ച വി എസ് അച്യുതാനന്ദൻ നേരിട്ട അതേ പ്രതിസന്ധിയായിരിക്കും വി ഡി സതീശനെയും കാത്തിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി സ്ഥാനം അന്ന് പിണറായി വിശ്വസ്തനായ കോടിയേരിക്ക് കൊടുത്തു. എന്തിനേറെ വി എസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം പോലും പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തനായ കെ എൻ ബാലഗോപാലിനെ ഏൽപ്പിച്ചു. പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും നിയോഗിക്കുന്ന സാഹചര്യമില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി പദവി ഇല്ലാത്തത് വി ഡി സതീശന് വലിയ തിരിച്ചടിയാവും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തൻ്റെ ജീവനക്കാരെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്തതുപോലും അറിയാൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടിയുടെ CD കോയമ്പത്തൂരിലുണ്ടെന്ന് ഏതോ ഒരു ക്രിമിനൽ വിളിച്ചു പറഞ്ഞപ്പോൾ അതെടുക്കാൻ ലൈവ് ക്യാമറകൾക്കൊപ്പം പോയതാണ് കേരള പോലീസ്. അങ്ങനെ തൻ്റെ മന്ത്രിസഭയിൽ ഉള്ളവർ തന്നെ തനിക്ക് പാരയായതിൻ്റെ ക്ഷീണം ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ മറന്നിട്ടുണ്ടാവില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെ വി ഡി സതീശനും നടന്നു നീങ്ങിയാൽ അതിശയിക്കേണ്ടതില്ല. രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്നതിന് മുൻപ് മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ധൃതി പിടിച്ച് തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് തീയതി കുറിച്ചത്. ഇന്നും നാളെയും മറ്റന്നാളുമായി, അതായത് 3 ദിവസം കൊണ്ട് ഘടകകക്ഷികളുടെ പ്രശ്നം പരിഹരിക്കണം. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് 5 മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി പദവിയുമാണ്. ഉപമുഖ്യമന്ത്രി പദവി ചോദിക്കുന്നത് 5 മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനാണ്. കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനവും. 2011 സ്ഥിതി അല്ല 2026. 2011 കോൺഗ്രസിന് MLA-മാരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൂടുതൽ കിട്ടി. അതൊഴിവാക്കണം, MLA-മാർക്ക് ആനുപാതികമായി മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞാണ് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തതെന്നും, എന്നാൽ ഇക്കുറി ആനുപാതികമായി 5 മന്ത്രിമാരെ കൊടുത്താൽ ലീഗിൻ്റെ ആനുപാതികത്വം കൂടുമെന്നും അതുകൊണ്ട് 4 മന്ത്രിമാരിൽ നിൽക്കണമെന്നുമാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ തങ്ങൾക്ക് 2 മന്ത്രിമാരെ തന്നേ മതിയാവൂ എന്ന് പിടിവാശിയിലാണ് കേരള കോൺഗ്രസ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് കിട്ടിയ ആദ്യ മന്ത്രിസ്ഥാനം മോൻസ് ജോസഫിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ മകൻ അബു മന്ത്രിയാകണം എന്ന് PJ ജോസഫിന് ശാഠ്യമുണ്ട്. ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ 2 മന്ത്രിമാരെ കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ 7 മന്ത്രിമാർ ഘടകകക്ഷികൾക്ക് കൊടുത്താൽ പിന്നെ അവശേഷിക്കുന്നത് വെറും 3 മന്ത്രിസ്ഥാനം മാത്രമാണ്. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരെയെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാതിരിക്കുക സാധ്യമല്ല. ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 4 MLA-മാരുള്ള RSP നേതാവ് ഷിബു ബേബി ജോണിന് എന്തായാലും മന്ത്രിസ്ഥാനം കൊടുക്കണം. അതോടെ 8 മന്ത്രിമാരാവുന്നു. അനൂപ് ജേക്കബിനും CP ജോണിനും കൊടുത്താൽ 10 മന്ത്രിമാർ പൂർത്തിയാവുകയാണ്. പിന്നെയും അർഹതയുള്ള 2 പേർ പുറത്തു നിൽക്കുന്നു, മാണി സി കാപ്പനും KK രമയും. രമ ഒഴിഞ്ഞുകൊടുത്താലും മാണി സി കാപ്പൻ തയ്യാറാവില്ല. പക്ഷേ കാപ്പനെ മനസ്സോടെ ഒഴിവാക്കേണ്ടി വരും UDF-ന്. പിന്നെ അവശേഷിക്കുന്ന 11 മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ 4 ഘടകങ്ങൾ പരിഗണിക്കണം. ഒന്നാമത്തേത് ഗ്രൂപ്പാണ്, രണ്ടാമത്തേത് സീനിയോറിറ്റിയാണ്, മൂന്നാമത്തേത് ജാതിയും മതവുമാണ്, നാലാമത്തേത് പ്രാദേശിക പ്രാതിനിധ്യമാണ്. ഈ 4 പരിഗണനയിലൂടെ മാത്രമേ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ്. ജയിച്ചവരിൽ ഭൂരിപക്ഷം പേരും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നത് തന്നെയാണ് വളരെ സീനിയറായ പല നായന്മാർക്കും തടസ്സമായി നിൽക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നായരാണ്. ഈ 4 പേരും സീനിയോറിറ്റിയിലും പരിചയത്തിലും ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മന്ത്രിമാരാവാൻ യോഗ്യരാണ്. ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാക്കി ഒതുക്കാനുള്ള നീക്കം ശക്തമാണ്. അപ്പോഴും അവശേഷിക്കുന്നു സെമി സീനിയറായ PC വിഷ്ണുനാഥ്. വിഷ്ണുനാഥ് KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. നിരവധി തവണ MLA ആയിട്ടുള്ള സീനിയർ നേതാവാണ്. അതുകൊണ്ട് വിഷ്ണുനാഥിനെ ഒഴിവാക്കുക പ്രയാസമായിരിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ റവന്യൂ പോലുള്ള ശ്രദ്ധേയമായ വകുപ്പ് കൊടുത്ത് മന്ത്രിയാക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ പ്രതിനിധി കൂടിയാണ്. KCയുടെ വിശ്വസ്തനാണ് എന്ന് മാത്രമല്ല മുതിർന്ന നേതാവുമാണ് എന്നതുകൊണ്ട് AP അനിൽകുമാറിനെ മന്ത്രിയാക്കണം. ഗ്രൂപ്പ് പ്രതിനിധിയും ഈഴവ സമുദായത്തിലെ ഏറ്റവും സീനിയറുമായ M ലിജുവിനെയും മന്ത്രിയാക്കണം. ഇത്രയും പേരെ ഒഴിവാക്കുക പ്രയാസമാണ്. ചെന്നിത്തല, മുരളീധരൻ, തിരുവഞ്ചൂർ, സണ്ണി ജോസഫ്, അനിൽകുമാർ, വിഷ്ണുനാഥ്, ലിജു, ഈ 7 പേർ മന്ത്രിസ്ഥാനത്തിന് പൂർണ്ണമായും യോഗ്യരാണ്. പിന്നെ അവശേഷിക്കുന്നത് 3 മന്ത്രിസ്ഥാനം മാത്രം. അതിൽ ഒരാൾ വനിതയാവണം. ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനുമാണ് വനിതാ പ്രാതിനിധ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ള ഒരാൾ. വി ഡി സതീശന് താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കും. എന്നാൽ ആലപ്പുഴയിൽ നിന്നും ലിജുവും ചെന്നിത്തലയും ഉള്ളതുകൊണ്ട് 3ാമതൊരു പ്രാതിനിധ്യം കൂടി കൊടുത്താൽ മറ്റു പല ജില്ലകളും തള്ളപ്പെടും എന്ന വാദമുണ്ടാവും. കൊല്ലത്ത് ഷിബു ബേബി ജോണും PC വിഷ്ണുനാഥും ഉള്ളതുകൊണ്ട് ബിന്ദു കൃഷ്ണയെ പരിഗണിക്കേണ്ട എന്നായിരിക്കും മറുഭാഗക്കാർ പറയുന്നത്. എന്തായാലും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും വനിതാ പ്രതിനിധിയായി മുമ്പിൽ നിന്ന് മത്സരിക്കുമ്പോൾ കൂടുതൽ സാധ്യത ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ്. കാരണം ഷാനി ഒരു മുസ്ലിം സമുദായാംഗമാണ് എന്നതും ശ്രദ്ധേയമായി മാറും. പിന്നെ പരിഗണിക്കേണ്ടത്
ഒരു മുസ്ലിം മന്ത്രിയായിരിക്കും. ആ മുസ്ലിം മന്ത്രിയാവാൻ മത്സര രംഗത്തുള്ളത് ടി സിദ്ദിഖും അൻവർ സാദത്തുമാണ്. ഇവരിൽ ഒരാൾ മന്ത്രിയാകും. കൂടുതൽ സാധ്യത സിദ്ദിഖിനാണ്. വയനാടിൻ്റെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കാൻ സിദ്ദിഖിന് കഴിയുന്നതുകൊണ്ട് സിദ്ദിഖിനാണ് നറുക്കുവിടാൻ സാധ്യത. ഇങ്ങനെ വരുമ്പോൾ പിന്നെ കോൺഗ്രസിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു മന്ത്രിസ്ഥാനമാണ്. ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി VT ബലറാം, കെ ജയന്ത്, ചാണ്ടി ഉമ്മൻ, മാത്യു കൊഴുനാടൻ, റോജി എം ജോണ്, VP സജീന്ദ്രൻ, IC ബാലകൃഷ്ണൻ, M വിൻസെൻ്റ്, AJ വിനോദ് തുടങ്ങിയ അനേകം പേർ അണിനിരക്കുന്നു. ജാതിയും മതവും പ്രാദേശിക പരിഗണനയും ഗ്രൂപ്പ് സമവാക്യവും ഒക്കെ നോക്കിയായിരിക്കും ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക. ഇവരിൽ ആരായിരിക്കും മന്ത്രി എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ഷംസുദ്ദീൻ, KM ഷാജി എന്നീ 4 പേർ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. പിന്നെ 5-ാം മന്ത്രി ഉണ്ടെങ്കിൽ മഞ്ഞളാംകുഴി അലി, പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരിൽ ഒരാളാവും.